കേരള മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇന്നലെയും ഇന്നുമായെല്ലാം വരികയാണ്. തിരുവനന്തപുരത്തു നിന്നാണ് ആ വാർത്ത വരുന്നത്. 1.5 വയസ്സോ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ രണ്ടാനച്ഛനും അമ്മയും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുക. 51ഓളം മർദ്ദനത്തിൻ്റെ പാടാണ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ളത്. ജനനേന്ദ്രിയത്തിൽ സിഗർലൈറ്റ് ഉപയോഗിച്ച് പൊള്ളിച്ചതിൻ്റെ പാടുകളുണ്ട്. ആ കുട്ടിയെ അതിക്രൂരമായ രൂപത്തിലാണ് ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയത്. ഏറ്റവും വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഈ അച്ഛനെന്ന് വിളിക്കുന്ന ഇരുകാലി മൃഗം ചെയ്ത തെറ്റുകൾക്ക്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ മർദ്ദിക്കുമ്പോൾ അമ്മ അതിന് പ്രോത്സാഹനം നൽകി, അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ മർദ്ദിക്കുമ്പോൾ അമ്മയൊന്ന് പിടിച്ചു മാറ്റാൻ പോലും തയ്യാറായില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ മനുഷ്യർ എവിടേക്ക് എത്തി എന്നൊരു ചോദ്യമാണ് മനസാക്ഷിയുള്ള ആളുകൾ ചോദിക്കുന്നത്. ഒരു പട്ടിയെ പോലും അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലും നമുക്ക് അങ്ങനെ ഒരു തവണ നമ്മൾ ഒരു വടിയെടുത്ത് അടിച്ച് എന്നല്ലാതെ രണ്ടാമത് നമുക്ക് അടിക്കാൻ തോന്നില്ല. അതേ സാഹചര്യത്തിലാണ് ഒരു ജീവനുള്ള മനുഷ്യ കുഞ്ഞിനെ തല പിടിച്ച് ചുമരിലടിക്കുന്നു, കാല് അടിച്ചു തകർക്കുന്നു, 2 കൈയും അടിച്ചു പൊട്ടിക്കുന്നു, ജനനേന്ദ്രിയത്തിൽ പൊള്ളിക്കുന്നു. ഇത്രയും ക്രൂരനായ ഒരു വ്യക്തി, ആ വ്യക്തിക്കൊപ്പം ഇത് ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നത് സ്വന്തം അമ്മ. 10 മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച അമ്മ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ അമ്മയെ ഒരു രാക്ഷസി എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും വിളിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. എന്തായാലും കേരളത്തിൻ്റെ മനസാക്ഷി മരവിപ്പിച്ച ആ കൊലപാതകത്തിൻ്റെ പ്രതികളെ കേരള പോലീസ് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. ഇന്ന് അറസ്റ്റ് ചെയ്തതിൻ്റെ വാർത്ത കേട്ടപ്പോഴാണ് നമുക്കൊരു ആശ്വാസം വന്ന്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കുട്ടികളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന വാർത്തകൾ ഇങ്ങനെ സാക്ഷര സമ്പന്നരെന്ന് സ്വയം അഹങ്കരിക്കുന്ന കേരളത്തിൽ അടിക്കടി ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും. ഞാൻ ഈ അടുത്ത് ഒരു ഫേസ്ബുക്കിലൊരു ന്യൂസ് കണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ മാരകമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ. ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ ഇത് നടപടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൈൽഡ് ലൈനെയും കേരള പോലീസിനെയും ഒക്കെ മെൻഷൻ ചെയ്യുന്നതും കണ്ടു. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതായത് ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഇവർക്ക് മർദ്ദിക്കാൻ തോന്നുന്നത് എന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമോശം കാണിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചെവിക്ക് പിടിക്കുന്നതോ ചെറുതായിട്ടൊന്ന് ഒരു ഇറുക്കെടുത്ത് തല്ലുന്നതോ പോലെ അല്ല ഇത്ര ഗുരുതരമായിട്ടുള്ള മർദ്ദനം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കേസിൽ ഈ കുഞ്ഞ് എത്രമാത്രം വലിയ തരത്തിലുള്ള മർദ്ദനമാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഈ പീഡനമാണ് സഹിച്ചത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അത് പിഞ്ച് പൈതലാണ്. നമ്മളെപ്പോലെ ഒരു വലിയ ആളോ ഒന്നുമല്ല, വലിയ ആളുകൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പീഡനമാണ് ആ കുഞ്ഞ് അനുഭവിച്ചത്. അവിടെ ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി, അതായത് യഥാർത്ഥത്തിൽ അച്ഛനല്ല, രണ്ടാമത്തെ അച്ഛൻ, ആ രണ്ടാം അച്ഛൻ ഈ കുഞ്ഞിനോട് കാണിച്ചു കൂട്ടിയ ക്രൂരതകൾ ഒരു മൃഗം പോലും ഒരു മനുഷ്യനോട് ചെയ്യുന്ന രീതിയിലേക്ക് അപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ തന്നെ പറയാം. അതായത് ഒരു മൃഗത്തിന് പോലും ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ എന്ന് നമുക്ക് സംശയമാണ്. ആ രീതിയിലേക്കാണ് ഈ ഇരുകാലി മൃഗങ്ങളെ ഈ മനുഷ്യനോട് കൂട്ടിച്ചേർത്ത് വിളിക്കുന്ന. ഒരു പക്ഷെ മൃഗങ്ങൾക്ക് അപമാനമായതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ, ഇയാൾ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റില്ല. ഈ വ്യക്തി എന്താണ് ചെയ്യുന്നത്? ഇയാൾ സിഗരറ്റ് കൊണ്ട് ആ കുഞ്ഞിനെ ക്രൂരമായി പൊള്ളിക്കുന്നു, ജനനേന്ദ്രിയത്തിൽ മുറിവുണ്ടാക്കുന്നു, ക്രൂരമായി തല പിടിച്ചിട്ട് ഈ ഭിത്തിയോട് അടിക്കുന്നു. ഇന്റേണൽ രക്തസ്രാവം കൊണ്ട്, അതായത് ഇന്റേണൽ ബ്ലീഡിങ് കൊണ്ടാണ് ആ കുഞ്ഞ് മരണപ്പെട്ടത്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അന്ന് നെടുമങ്ങാട്ടെ ആ വീട്ടിനുള്ളിലേക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഇയാളുടെ സുഹൃത്തിനെ വിളിച്ച് വരുത്തുമ്പോൾ അവിടെ കണ്ടൊരു കാര്യമുണ്ട്. അതായത് കുഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ചോറ് കഴിക്കുന്ന രീതിയിലേക്ക്, കുഞ്ഞിനിങ്ങനെ ചോറ് വാരി കൊടുക്കുന്ന രീതിയിലേക്ക് അവിടെ ഒരു സ്ഥലത്ത് പ്ലേറ്റിൽ ചോറുണ്ട്, ആ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ തൊണ്ടയിൽ ഈ ചോറ് കുടുങ്ങിപ്പോയി എന്നുള്ള കള്ളമാണ് ഇവരോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ തന്നെ നേരെ എടുത്തു കൊണ്ടുവരുന്ന ആ സമയത്ത് തന്നെ കുഞ്ഞിന് ബോധമില്ല. അവിടെ എത്തുമ്പോൾ ബോധം പോയതാണ് എന്ന് പറയുന്നു. ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർ നോക്കുമ്പോഴേക്ക് കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്രയേ ആ കുഞ്ഞിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത്, അതായത് ഇത് കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ് എന്നുള്ളത് പോലും ഒരു സിനിമാ സെറ്റിന് തുല്യമായ രീതിയിലേക്ക് ഇയാൾ ഒരുക്കി വെക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട്, അത് ചാരി ഇരുത്തിയിട്ട് ഭക്ഷണം കഴിച്ചു എന്ന ലേബലിലേക്ക് ഒരു കഥ മെനയാണ്. ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ ഭക്ഷണം കഴിച്ചു കുടുങ്ങിയതാണ് എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കുള്ളൊരു ക്രിമിനൽ ബുദ്ധിയാണ് ഇയാൾക്ക് ഉള്ളത്. അങ്ങനെ ഇതൊരു കൊലപാതകമാണ് എന്നും തൻ്റെ കൈകൊണ്ട് ഈ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കിയ ശേഷം അതിനെ മറയ്ക്കാൻ വേണ്ടി നിർദിഷ്ടമായ രീതിയിലുള്ള ഈ തരത്തിലുള്ള ഒരു നാടകം അയാൾ നടത്തുകയാണ്. ആലോചിച്ച് നോക്കണം അയാളുടെ മനസ്സെന്തായിരിക്കും എന്നുള്ളത്. ആ കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ, അതായത് ഈ കുഞ്ഞിന്റെ അച്ഛൻ, എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന സമയത്ത് മരണപ്പെട്ട ഒരാളാണ്. ആ കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നുണ്ട്, സുനിൽകുമാർ എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്, ഡിവൈഎസ്പിക്കും നെടുമങ്ങാട് ഡിവൈഎസ്പിക്കും ഉൾപ്പെടെ പരാതി കൊടുത്തത് അവരാണ്. അതിനുശേഷമാണ് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകുന്നത്. ഈ ഹോസ്പിറ്റലിൽ പോയി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്താണ് ഈ ആന്തരിക രക്തസ്രാവത്തെ കുറിച്ച് ഡോക്ടർമാർ പറയുന്നത്. ശരീരത്തിൽ എല്ലായിടത്തും ഈ കുഞ്ഞിന് അതിമാരകമായി മുറിവുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഈ മരിച്ച കുഞ്ഞ് ഒരു
ഒരു ഷോ, അതായത് നമ്മുടെ വ്ളോഗർമാരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇപ്പൊ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ നമ്മുടെ ക്യാമറ എടുത്ത് പോയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അത്ര ഒരു പരിപാടിയിൽ ഈ കുഞ്ഞിന്റെ അമ്മ ഈ കുഞ്ഞിനെ എടുത്ത് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുഞ്ഞിന് എന്ത് പറ്റിയതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് സൈക്കിളിൽ നിന്ന് വീണിട്ടാണ് കുഞ്ഞിന്റെ കൈ ബുദ്ധിമുട്ടായത് എന്ന് പറയുന്നുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കണം, ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് ഇതിനെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്നോട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലാണല്ലോ എന്ന് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ മനുഷ്യനായി പറഞ്ഞതിൽ പോലും നമുക്ക് ചിലപ്പം വലിയ ബുദ്ധിമുട്ട് തോന്നിപ്പോകും, വലിയ സങ്കടം തോന്നിപ്പോകും. കാരണം നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പട്ടിയോ പൂച്ചയോ പോലും നമുക്ക് കല്ലെടുത്തെറിയാൻ തോന്നില്ല. കാരണം എന്താ, അതൊരു ജീവനാണ് എന്നുള്ളത് കൊണ്ട്. ആ കുഞ്ഞിന്റെ മുഖം, ആ ഒരു പിഞ്ചു പൈതലിന്റെ മുഖം, അതൊന്നും അറിയാതെ നിസ്സഹായമായി നോക്കി നിൽക്കുന്ന ഒരു കുഞ്ഞിന്റെ മുഖമാണ് കാണുന്നത്. 2 കൈയും ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. എന്താ സംഭവം, ഈ 2 കൈയും സൈക്കിളിൽ നിന്ന് വീണാണെന്ന് പറയുന്ന ഈ അമ്മയെയും പിടിച്ചകത്തിടണം. ഈ വൃത്തികെട്ടവന്റെ മർദ്ദനം മൂലമാണ് ആ കുഞ്ഞിന്റെ കൈ പൊട്ടിപ്പോയത്, മനസ്സിലാക്കണം. എന്നിട്ട് വന്നിട്ട് ആ വ്ളോഗർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ എടുത്തിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിഷ്വൽ അവിടെ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് കുറച്ചും കൂടി അതിനെ എന്താക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. ആ 2 കൈയും പൊട്ടിയിട്ട് അതിന് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതിന് പറയാൻ പറ്റില്ലല്ലോ എന്നെ ഇയാൾ അടിച്ചതാണ്, എന്നെ ഇയാൾ ഉപദ്രവിക്കുകയാണ് എന്ന് മൂന്നാമതൊരാളോട് ആ നാവെടുക്കാൻ പറ്റാത്ത കുഞ്ഞിന് പറയാൻ പറ്റുമോ? നാവെടുക്കാൻ അതിന് സംസാരിക്കാനുള്ള ആയിട്ടില്ല, അതുകൊണ്ടാണ്. പറയാൻ പറ്റുമോ? എത്ര നിസ്സഹായമായിട്ടായിരിക്കും അത് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക. ഈ സമയത്ത് ഈ കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ പിന്നെ തമിഴ്നാട്ടിലെങ്ങാൻ നൃത്തത്തിനോ ഡാൻസിനെങ്ങാൻ വേണ്ടി പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവരുടെ പ്രൊഫഷൻ, അവർ പോയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഇവന്റെ അടുത്ത്, അതായത് ഈ മൃഗതുല്യനായ ഈ വൃത്തികെട്ടവന്റെ അടുത്ത്, മൃഗങ്ങൾ അതിന്റെ കുട്ടികൾ എങ്ങനെ ചെയ്യില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇയാളുടെ അടുത്ത്, ഈ നരാധമന്റെ അടുത്ത് ആക്കിയിട്ടാണ് പോകുന്നത്, രാക്ഷസന്റെ. അതായത് ഈ കുഞ്ഞിനെ എങ്ങനെ ഒഴിവാക്കണം എന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഇവനൊരു ഹോബിയാണ് ഈ കുഞ്ഞ്. തലയെടുത്ത് അടിക്കുക, പിന്നെ ചവിട്ടുക, കൈ അടിച്ച് പൊട്ടിക്കുക, സിഗരറ്റ് കൊണ്ട് കുത്തുക. ഈ ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് ആ കുഞ്ഞ് എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാവും, ആലോചിച്ച് നോക്കണം. എത്ര വേദന വെച്ചിട്ടുണ്ടാവും. ഇന്ന് അവനെ ഈ പറയുന്ന അവിടെ ഇൻക്വസ്റ്റ് നടപടിക്ക് വേണ്ടി, ക്ഷമിക്കണം, അവിടെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോയ സമയത്ത് ആളുകൾ കയറി മെഴുകുന്നത് കണ്ടു ഞാൻ. അവിടുത്തെ നാട്ടുകാർക്ക് യഥാർത്ഥത്തിൽ നമ്മൾ നിയമപ്രകാരം അത് തെറ്റാണ്, നമ്മളത് പറയുന്നത് തെറ്റാണെങ്കിൽ പോലും, അതിന്റെ പേര് നിയമ നടപടി വന്നാൽ പോലും എനിക്ക് പ്രശ്നമല്ല. അവിടെയുള്ള നാട്ടുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. തീർച്ചയായും നാട്ടുകാർക്ക് 2 കൈയടി അധികം കൊടുക്കണം. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് അവനെ അടിച്ചത് കുറഞ്ഞു പോയി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് കണ്ണടച്ചു കൊടുക്കേണ്ടതായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് കണ്ണടച്ച് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നാട്ടുകാർ അവനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുമെന്ന്. പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ അവർക്ക് രക്ഷയില്ല. പക്ഷെ അവരടിച്ച ആ അടി കുറഞ്ഞു പോയി എന്നുള്ളതാണ്. കാരണം ഇതിനൊന്നും ഈ നിയമവും വിചാരണയും ഒന്നും വെച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ അത് പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ആ തരത്തിലുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോവാണ്. നമ്മൾ ആലോചിക്കണം, ആ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വളർത്തിക്കോളാം എന്ന് പറയുമ്പോൾ പോരാ എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി, ഈ കുഞ്ഞിന്റെ അമ്മ ഈ കുഞ്ഞിന്റെ അടുത്ത് പോകുന്നത്. അപ്പൊ അവർ വിചാരിച്ചത് എന്താ, അമ്മയല്ലേ, ഒന്നുമില്ലെങ്കിലും അമ്മയാണ് എന്നുള്ള ധാരണയുടെ പുറത്താണ് ഈ അമ്മയുടെ അടുത്ത് കൊടുത്തത്. അമ്മമാർ ഒരിക്കലും, നമുക്കറിയാം, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അമ്മയെ കഴിച്ചാണ് നമുക്ക് വേറെ എന്തുള്ളൂ. കാരണം നമ്മൾക്ക് ദൂരെ നിന്ന് വേദനയായാൽ എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള അമ്മയ്ക്ക് പൊള്ളുന്നാണ് പറയാ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു അമ്മയെ സങ്കല്പിച്ച് ഇവളൊക്കെ അമ്മയാണോ എന്നുള്ളതാണ് ചോദ്യം. ഈ അടുത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് എറിഞ്ഞു കളയാൻ ശ്രമിച്ചൊരു യുവതിയെ പറ്റി ജനലിനുള്ളിൽ കൂടി. പക്ഷെ ഞാനത് പറയുന്നത് അവരുടെ ഗതികേട് കൊണ്ടായിരിക്കാം. അവരത് എറിയാൻ നോക്കി, അല്ലെങ്കിൽ അത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞതൊക്കെ ശരി, ന്യായീകരിക്കുന്നു. പക്ഷെ അതിനെ എറിയുന്ന ഏരിയയിൽ കുഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ അത് വലിയ ബുദ്ധിമുട്ടല്ലേ? ഒരു കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള ഒരു റോൾ, അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം, അതായത് നിയമപ്രകാരമുള്ള അബോർഷൻ കാലാവധി പരിധിക്ക് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ ഒന്നും ചെയ്യാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല. അതുണ്ടല്ലോ. അപ്പോ അങ്ങനെ ചെയ്തപ്പോ ഈ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫെമിനിച്ചി എന്ന് പറയുന്ന വാക്കിന് കാരണം ഫെമിനിസ്റ്റുകളെ നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്താൽ അവരോട് നമ്മൾ കൊടുക്കുന്ന ഫെമിനിസം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു കൾച്ചറാണ്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് ഈ ഫെമിനിച്ചി കൾച്ചറുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെയുള്ളതിനെ ഒന്നും വിമർശിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് എറിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് അതിനെ വിമർശിക്കരുത്, അതിന് ലൈസൻസ് കൊടുക്കാനാണ് പറയുന്നത്. മനസ്സിലാക്കണം, വേദന മനസ്സിലാക്കേണ്ടത്. അതെ, അവരുടെ എന്ത് വേദനയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ്, അതായത് ഒരാൾ ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ അവർക്ക് 3 ആഴ്ച വരെ, അതായത് ഒരു 2 മാസം തികയുന്നതിന് മുമ്പ് നിയമാനുസൃതമായിട്ട് അബോർട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. അത് നമുക്ക് നിയമപ്രകാരം ചെയ്യാൻ പറ്റുന്നതാണ്. അതൊന്നുമില്ലാതെ വന്നിട്ട് പ്രസവിച്ചിട്ട് ആ പ്രസവിച്ച കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാമല്ലോ. അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കാൻ വേണ്ടി ഇവിടെ സൗകര്യങ്ങളുണ്ടല്ലോ. ഇതൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത്
എത്രയോ അമ്മമാര്, എത്രയോ അച്ഛന്മാര് സ്വന്തം ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് അവർ എത്രമാത്രം കഷ്ടപ്പെടുകയെന്നറിയോ, അവര് എത്രമാത്രം ട്രീറ്റ്മെന്റ് എടുക്കുകയെന്നറിയോ. അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും ഒക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കരഞ്ഞ് കാല് പിടിച്ച് ആൾക്കാരുടെ ശല്യവും ആൾക്കാരുടെ ഈ പറയുന്ന എന്താണ് പരിഹാസവും, വീട്ടുകാരുടെ പരിഹാസവും, ഭർത്താവിന്റെ അമ്മയുടെയും അച്ഛന്റെയും തന്റെ അമ്മയുടെയും അവരുടെ കുടുംബക്കാരുടെയും ഒക്കെ പരിഹാസം കേട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ഒരു 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 പുരുഷന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു പുരുഷനും സ്ത്രീയും എല്ലാം കൂടെ ചേർന്ന് അവർ എന്താണ് ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് അമ്പലത്തിൽ പോയി ഉരുളി കാമത്തുമ്പോൾ പോലും ഇപ്പൊ എന്താണ് ഈ പലതരത്തിലുള്ള ഈ വിമർശനങ്ങളും പരിഹാസങ്ങളും വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കുഞ്ഞുങ്ങൾ ഇല്ലാതിരിക്കുന്ന ആളുകളുണ്ട്. ആ സമയത്താണ് ഉള്ള കുഞ്ഞിനെ ഒന്നും അറിയാത്ത ആ ഒരു എന്താണ് പിഞ്ചു പൈതലിനെ ഇങ്ങനെ ക്രൂരമായി ഇയാൾ ഉപദ്രവിക്കുമ്പോൾ ഈ അമ്മ നോക്കി നിന്നു എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് എന്താ വേണ്ടത്? മാത്രമല്ല ഇവനൊരു നരാധമനാണ് എന്ന് പറയുന്നതിന്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവന്റെ ആദ്യത്തെ ഭാര്യ ഈ ലേഡിയുടെ അടുത്തേക്ക് ഇവൻ എത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എന്തൊരു ക്രൂരതയാണ് ഈ മനുഷ്യമൃഗം ചെയ്തത്. കാര്യം ആ സ്ത്രീയുടെ തലയോട്ടി പൊട്ടിച്ചത് മാത്രമല്ല, ഈ കവിള് ഞെക്കിപ്പിടിച്ചിട്ട് വിഷമൊഴിച്ചു കൊടുത്തു ഈ കുട്ടി മരിക്കാൻ വേണ്ടിയിട്ട്, ഈ പെൺകുട്ടി മരിക്കാൻ വേണ്ടിയിട്ട്. ഒരു നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന, നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന, നല്ല രീതിയിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ കോമാ സ്റ്റേജിലേക്കാക്കി അവസാനം എന്താണ് ബുദ്ധിഭ്രമം ബാധിച്ച ഒരു പെൺകുട്ടിയെ പോലെ എണീറ്റ് നടക്കാൻ പറ്റാത്ത, ചലനശേഷി ഇല്ലാത്ത ഒരു യുവതിയാക്കി മാറ്റിയിട്ടാണ് ഇവൻ അവിടെ പോയിട്ട് ഈ പണിയെടുക്കുന്നത്. ഇവിടെ നിയമവും പോലീസും ഒന്നുമില്ലേ? ഇതിനെനിക്ക് സംശയമാണ്. കാരണം എന്താണ് അത് സാമൂഹ്യ നീതി വകുപ്പും സുരക്ഷാ വകുപ്പും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്താ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനോ ഇവിടുത്തെ ഗ്രാമസഭകളോ പഞ്ചായത്തോ ഇവിടുത്തെ അങ്ങനത്തെ ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരോ ആശാ വർക്കർമാർ ഇവരൊന്നും ഒരു കാര്യത്തും അറിയിക്കുന്നില്ലേ? ഇവിടെയൊക്കെയാണ്. അതായത് ഓരോ കുടുംബത്തിന്റെയും ഇടയിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ പോയിട്ടില്ലായെങ്കിൽ ഇതിലും വലിയ അപകടങ്ങൾ സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇവൻ സമൂഹത്തിന് ബാധ്യതയാണ്, സമൂഹത്തിന് ഇവൻ ദോഷമാണ്. എനിക്കിപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ആ കുഞ്ഞിന്റെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. ഞാനൊക്കെ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട്. ഫോർ ദ പീപ്പിൾ എന്ന സിനിമ. ആ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരുപക്ഷെ നിയമം കയ്യിലെടുക്കേണ്ട അവസ്ഥയിലേക്ക് ആയി പോകുമോ എന്നുള്ള ഒരു സംശയം പലരും കമന്റുകളിലൂടെ ചോദിക്കുന്നത് കേട്ടു. തെറ്റാണെങ്കിൽ പോലും അതൊക്കെ റിലവന്റ് ആയെന്ന ക്വസ്റ്റ്യൻ അല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ആ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ച ഓരോ വേദനയും ഈ വൃത്തികെട്ടവൻ അനുഭവിച്ചിട്ടില്ല എങ്കിൽ അവന് ഈ പറയുന്ന പോലെ എന്താണ് ജയിലറയ്ക്കുള്ളിട്ടുകൊണ്ട് നല്ല സുഭിക്ഷമായ ഭക്ഷണം 3 നേരവും കൊടുത്ത് പിന്നെ ട്രീറ്റ്മെന്റും കൊടുത്ത് ഇടാനുള്ളതല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ ഇപ്പോഴും എന്റെ അഭിപ്രായം. തീർച്ചയായും ഇത്തരം ആളുകളെ എന്തിനാണ് ജയിലിൽ പാർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുക സൗദി അറേബ്യയിലെ നിയമങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഇത്തരം കേസുകൾ വരുമ്പോഴാണ്. ജനാധിപത്യത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ വാചാലരാകുമെങ്കിലും സൗദി അറേബ്യ പോലുള്ളൊരു ശിക്ഷ 1 2 പേർക്ക് കൂടെ കൊടുത്താൽ ഇത്തരത്തിൽ നിന്ന് കുറച്ച് ആളുകളെ മാറ്റി നിർത്താൻ കഴിയും. അത് മാത്രമല്ല, ഈ അഷ്കർ എന്ന് പറയുന്ന ഒരു ബോൺ ക്രിമിനലാണ്. മയക്കുമരുന്ന് കച്ചവടമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാരിൽ ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്തായ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ എവിടെയോ വായിച്ചു. അതായത് ഇവരുമായി ഒരു അടുപ്പമുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ പയ്യൻ പറഞ്ഞു, നീ അപകടത്തിലേക്കാണ് പോകുന്നത്, തീക്കളിക്കാണ് നീ നിൽക്കുന്നത്, നീ അതിൽ നിന്ന് പിന്മാറണമെന്ന് ഈ മരിച്ച കുട്ടിയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവൾ കേട്ടില്ല. പക്ഷെ ഇതിൽ അമ്മയെ കുറ്റം പറയണം. അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഈ ക്രൂരകൃത്യം ഈ നരാധമൻ നടത്തുന്നത്, ഈ രാക്ഷസൻ നടത്തുന്നത്. എന്നാൽ അമ്മയ്ക്ക് തടഞ്ഞുകൂടായിരുന്നോ? അമ്മയ്ക്ക് പോലീസിനെ വിളിച്ചുകൂടായിരുന്നോ? അമ്മയടക്കമുള്ളവർ ഈ കേസിനകത്ത് പ്രതിയായി ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്നു. ഇവരെയൊന്നും ഞാൻ പറഞ്ഞതുപോലെ സൗദി അറേബ്യയിലെ നിയമം, നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്നു, എല്ലാത്തിനോടും അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്. പക്ഷേ ചില കേസുകളിൽ സൗദി പോലെയുള്ള രാജ്യങ്ങളിലെ നിയമങ്ങൾ കൊണ്ടുവന്നാൽ ഇത്തരം രാക്ഷസന്മാരെ സെല്ലിലിട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തിനാണ് ഇത്തരക്കാരെ തീറ്റിപ്പോറ്റുന്നത്? മയക്കുമരുന്ന് കച്ചവടക്കാരനായ തന്റെ കൂടെ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ തല ചുമരിലിട്ട് അടിച്ച് കൊലപ്പെടുത്തിയ രാക്ഷസനെ കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം വെറുക്കുന്നു. അവന് വേണ്ടി ഹാജരാകാൻ പോലും അഭിഭാഷകർ തയ്യാറാകരുത്. ആത്മാഭിമാനത്തിന്റെ ഒരു കണിക അഭിഭാഷക വൃത്തിയോടെ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ ഉണ്ടെങ്കിൽ അവൻ ഈ ഇത്തരം ക്രിമിനലിന് വേണ്ടി ഹാജരാകരുത്. എന്തായാലും ഈ കേസിനകത്ത് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. അതോടൊപ്പം തന്നെ ഈ കേസ് ആദ്യം നമ്മൾ സ്വാഭാവിക മരണമായി മാറേണ്ടിയിരുന്ന ഒരു കേസിനെ
കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞ ഡോക്ടർമാരുണ്ട്, പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരും ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം നമ്മൾ അഭിനന്ദനം അറിയിക്കേണ്ട ഒരു കേസാണ്. അതോടൊപ്പം തന്നെ ഇവനെ അതിലൊക്കെ അഭിനന്ദനം അറിയിക്കേണ്ട ആളുകൾ ഇവനെ കൈകാര്യം ചെയ്ത നാട്ടുകാരാണ്. ആ നാട്ടുകാർക്കും ഏറ്റവും നെടുമങ്ങാട്ടെ ഇവനെ കൈകാര്യം ചെയ്ത നാട്ടുകാരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മൾ അഭിനന്ദിക്കുകയാണ്. എന്തായാലും ഇത്തരം ക്രിമിനലുകളെ എത്രയും വേഗം ഈ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി ഇവന് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും ഉന്നതമായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ കോടതിക്ക് കഴിയട്ടെ, അല്ലെങ്കിൽ ഈ വാദിഭാഗത്തിന് കഴിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും.